അള്ളാഹു ബഹുമാനിച്ച ചില സ്ഥലങ്ങളുണ്ട്. ഇന്ന് പല ആളുകളും ഉംറക്ക് പോകുന്നു, ഇന്ന് ചെറുപ്പക്കാര് ഹജ്ജിന് പോകുന്നു. എന്തിനാ ചെറുപ്പക്കാര് പരിശുദ്ധ കഅബാലയത്തിന്റെ മണൽമുറ്റത്ത് പോകുന്നതെന്നറിയുമോ? കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നൊരു സെൽഫി എടുക്കണോ, അവിടെ നിന്നൊരു സെൽഫി എടുക്കണോ. ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് തിക്കിയും തിരക്കിയും പോകുന്നത് ചെറുപ്പക്കാരന്റെ ഉദ്ദേശം എന്താണെന്നറിയുമോ? ആ ഹജറുൽ അസ്വദ് മുത്തണമെന്നല്ല, റസൂലുള്ള ചുണ്ട് വെച്ച കല്ലാണല്ലോ എന്നതല്ല, ഫാത്തിമ ബീവി മുത്തിയ കല്ലാണല്ലോ എന്ന ചിന്തയല്ല. മറിച്ചോ ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോയി ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇടണോ. ഓരോ ദിവസവും കഅബാലയത്തിന്റെ ചാരത്തിരുന്നു കൊണ്ട് നെറ്റ് ഓണാക്കിക്കൊണ്ട് അവൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ മറിച്ച് കളിക്കുന്നു. എത്രയാ കമന്റ് വന്നത്, എത്ര ആളുകളാ ലൈക്ക് അടിച്ചത്, ആരൊക്കെ എന്ന ഫോട്ടോ ഷെയർ ചെയ്തത്. കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ഇട്ട ഫോട്ടോയാണല്ലോ. അതിനൊരു 100 ലൈക്ക് കിട്ടിയാൽ എനിക്ക് അർശിന്റെ തണല് കിട്ടുമല്ലോ എന്ന ചിന്തയുള്ളതുപോലെയായിരുന്ന ചെറുപ്പക്കാരുടെ ഉംറക്ക് പോകുന്നത്. മോനെ, അത് പരിശുദ്ധ കഅബാലയത്തിന് നിന്ദിക്കലാണ്, അല്ലാഹു ബഹുമാനിച്ച സ്ഥലത്തിന് നിന്ദിക്കലാണ്. അത് നമ്മുടെ ഈമാൻ പോലും തെറിച്ചു പോകാനുള്ള കാരണമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ നേതാവ്, എന്റെയും നിങ്ങളുടെയും ചങ്ങലച്ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അന്തിയുറങ്ങുന്ന മദീന മുനവ്വറയുണ്ട്. ആ പച്ചക്കുപ്പയ്ക്ക് ചാര റസൂലുള്ളാഹി അന്തിയുറങ്ങുന്ന മണ്ണാണ്. ആ പച്ചക്കുപ്പയുടെ അടുത്ത് പോയി റസൂലുള്ളാഹിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന സ്വഭാവമില്ലേ മോനെ? റസൂലുള്ളാഹിന്റെ ഭാഗത്തേക്ക് നിന്ന് പിൻഭാഗം തിരിച്ചു വെച്ചുകൊണ്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന സ്വഭാവമില്ലേ മോനെ? ഒരുപക്ഷെ അത് വലിയ അദബുകേടല്ലേ? റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് സ്വഹാബത്ത് എങ്ങനെയാ പോയത് മോനെ? ഹദീസുകളൊന്ന് പരിശോധിച്ചു നോക്കൂ. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കുന്ന സ്വഹാബത്ത് വളരെ കുറവായിരുന്നു. റസൂലുള്ളാഹിന്റെ പവിത്രമായ മുഖത്തേക്ക് നേരിട്ട് നോക്കിക്കൊണ്ട് സംസാരിക്കുന്ന സ്വഹാബത്ത് വളരെ കുറവാണ്. അബൂബക്കർ തങ്ങളെ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാറുള്ളൂ. അതുപോലെ ചുരുക്കം ചില സ്വഹാബത്ത് മാത്രമേ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കാറുള്ളൂ. മറ്റുള്ള സ്വഹാബത്ത് മുഴുവനോ വളരെ താഴ്മയോടെ ബഹുമാനത്തോടുകൂടെ താഴേക്ക് നോക്കിക്കൊണ്ടല്ലേ സംസാരിച്ചത്. ഇത് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചതിന്റെ മാതൃകയാണ്. ആ നേതാവിന്റെ ചാരത്ത് പോയി അതേ തന്റെ സ്വന്തം വീട്ടിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ പച്ചക്കുപ്പയുടെ ചാരത്ത് നിന്ന് സെൽഫി എടുത്തുകൊണ്ട് അതേ ഫേസ്ബുക്കിലും വാട്സപ്പിലും പ്രചരിപ്പിക്കുന്ന സഹോദര, നിന്റെ ഉംറ വെറുതെയായില്ലേ? നിന്റെ ഹജ്ജ് വെറുതെയായില്ലേ? നിന്റെ തവാഫ് വെറുതെയായില്ലേ? അതപകേട് കാണിക്കാനാണോ മോനെ 10,000 രൂപ ചെലവഴിച്ചുകൊണ്ട് നീ ഇവിടുന്ന് വണ്ടി കയറിയത്? ഈമാൻ തെറിച്ചു പോകാനുള്ള കാരണമാണ്. സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ മഗ്രിബ് ഇശാഇന് ഇടയിലുള്ള സമയം, ആ സമയത്ത് അല്ലാഹു പവിത്രമാക്കിയ സമയമാണ്. ആ സമയത്തിന് അല്ലാഹു വലിയ മഹത്വം കൽപ്പിച്ച സമയമാണ്. പണ്ട് കാലങ്ങളിലുള്ള ഉമ്മമാർ സുബ്ഹാനല്ലാഹ് അല്ലാഹ് തീരുപ്പി